ജീവിതത്തിലെ ഏത് സാഹചര്യത്തെയും നേരിടാൻ നമുക്ക് വേണ്ടത് ധീരതയാണ്. ഈ ധീരതയിൽ സ്വന്തം മനഃശക്തിയും ശരിയായ കാഴ്ചപ്പാടും മറ്റുള്ളവരോടുള്ള കാരുണ്യവും ഒരേ അനുപാതത്തിൽ നിറഞ്ഞിരിക്കണം. അങ്ങനെയുള്ള ധീരതയാണ് യഥാർത്ഥ ധീരത. ഇതിൽ ഏതെങ്കിലും ഒന്നില്ലെങ്കിൽ നമ്മുടെ തീരുമാനങ്ങളും അതിൻ്റെ ഫലവും പൂർണ്ണമായും ശരിയായ രീതിയിൽ ശരിയായ ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയില്ല. ഈ മൂന്നും ഒത്തുചേർന്ന ധീരത നേടിത്തരാൻ ആധ്യാത്മികമായ മാർഗത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. അത് എങ്ങനെയെന്നാൽ നമ്മുടെ മനസ്സിനെ എങ്ങനെ നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരും എന്ന പ്രശ്നത്തിൻ്റെ ഉത്തരമാണ് ആധ്യാത്മികത. നമ്മുടെ സന്തോഷത്തിൻ്റെ ഉറവിടം നമ്മുടെ ഉള്ളിൽ തന്നെയാണെന്നും നമ്മുടെ ജീവിതം മാറ്റിമറിക്കണമെങ്കിൽ മറ്റുള്ളവരെയല്ല, നാം നമ്മളെ തന്നെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്നും അതിനുള്ള മാർഗവും ആധ്യാത്മികത നമ്മളെ ബോധ്യപ്പെടുത്തിത്തരും. നമുക്ക് ചുറ്റുമുള്ള ലോകവും അവിടുത്തെ ആളുകളും ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ആയിരിക്കുകയില്ലെന്നും അതിനാൽ അവയെ മാറ്റിമറിക്കാൻ സമയം കളയാതെ ചുറ്റുപാടുകൾ എങ്ങനെ ആയാലും അത് നമ്മളെ ബാധിക്കാതിരിക്കാൻ നമ്മുടെ ചിന്തയെയും പ്രവൃത്തികളെയും എങ്ങനെയൊക്കെ ക്രമീകരിക്കണം എന്ന് ആധ്യാത്മികത നമ്മളെ പഠിപ്പിക്കും. അതായത് നമ്മുടെ മനസ്സിൻ്റെ റിമോട്ട് കൺട്രോൾ നമ്മുടെ കയ്യിൽ കൊണ്ടുവരാനാണ് ആധ്യാത്മികത നമ്മളെ പഠിപ്പിക്കുന്നത്. ജീവിതത്തിലെ മാറി മറയുന്ന സാഹചര്യങ്ങളിൽ ആധ്യാത്മികത മുറുകെ പിടിക്കാത്തവരുടെ അവസ്ഥ നീന്തലറിയാതെ കടലിൽ ഇറങ്ങുന്നവരെ പോലെയാവും. നേരെ മറിച്ച് ആധ്യാത്മികതയിലൂടെ ജീവിതത്തെയും നമ്മുടെ മനസ്സിൻ്റെയും സ്വഭാവം മനസ്സിലാക്കിയാൽ വലിയ തിരമാലകൾ വരുമ്പോൾ എങ്ങനെ അവയിൽ നിന്ന് രക്ഷപ്പെടണമെന്നും എങ്ങനെ അവയെ നേരിടണമെന്നും നമുക്ക് മനസ്സിലാവും. നന്നായി നീന്തൽ അറിയുന്ന വ്യക്തി ഭയമില്ലാതെ കടലിൽ ഇറങ്ങുന്നത് പോലെ ധൈര്യമായി ജീവിതത്തെ നേരിടാൻ ആധ്യാത്മികത നമ്മളെ സഹായിക്കും.